ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നോർക്ക ID കാർഡ് എടുക്കുന്നതിനും അതുപോലെ തന്നെ അത് റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ 4 വർഷം മുൻപ് നമ്മൾ ചാനൽ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുത്തതൊക്കെ അറിഞ്ഞു. അപ്പോൾ പല ആളുകൾക്കും അത് റിന്യൂ ചെയ്യുന്ന സമയത്ത് നിലവിൽ ഈ ഒരു കാർഡ് അറിയുന്നത് നോർക്ക ID കാർഡ് 3 വർഷത്തിനാണ് അതിൻ്റെ പീരീഡ്. അത് കഴിഞ്ഞാൽ നമ്മൾ റിന്യൂ ചെയ്യണം. അപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ആകാത്ത ഇഷ്യൂ, കാരണം ഒരുപക്ഷെ അതിൽ കൊടുത്ത മൊബൈൽ നമ്പറും മാറിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ യൂസർ ID മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് കമൻസൊക്കെ കണ്ടിരുന്നു, മെസ്സേജ് ചെയ്തിരുന്നു ചിലരൊക്കെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ എങ്ങനെ നമുക്ക് പരിഹരിച്ചിട്ട് ലോഗിൻ ചെയ്യാം, എന്നിട്ട് നമുക്കെങ്ങനെ ഈ കാർഡ് റിന്യൂ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോർക്ക റൂട്ട്സ് കേരള എന്നുള്ള ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് താഴെ കാണുന്ന ക്യാപ്ഷൻ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം. ഇനി അങ്ങനെ യൂസർ നെയിമും ഇതിൽ ലോഗിൻ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ താഴെ വന്നിട്ട് സൈൻ ഇൻ വിത്ത് OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലാണ് കൊടുത്തിട്ടില്ല അത് ജനറേറ്റ് OTP കൊടുത്തിട്ട് അങ്ങനെ സൈൻ ഇൻ ചെയ്യുക. ഇനി പുതിയൊരു യൂസറാണെങ്കിൽ ഇവിടെ താഴെ വന്നിട്ട് സൈൻ അപ്പ് എന്നുള്ളത് കൊടുക്കുക. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, റോൾ എന്താണെന്നുള്ളത് ഇവിടെ NRK അബ്രോഡ് അങ്ങനെ പല തരത്തിലുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന പ്രവാസികളാണെങ്കിൽ NRK അബ്രോഡ് കൊടുക്കുക, അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അതർ സ്റ്റേറ്റിലാണെങ്കിൽ NRK അതർ സ്റ്റേറ്റ് കൊടുക്കുക. സ്റ്റുഡൻറ്റ് ഇതുണ്ട്, സ്റ്റുഡൻസിനുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ളവർ NRK സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ജനറേറ്റ് OTP കൊടുത്തിട്ട് മൊബൈലിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വന്നിട്ട് ലോഗിൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മെമ്പർ എന്നുള്ളൊരു ഇതുണ്ട് ഏറ്റവും താഴെ, അതിൽ വന്നിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് വെരിഫിക്കേഷൻ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ യൂസർ നെയിമും താഴെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് മൊബൈൽ നമ്പറും കൊടുത്ത് ജനറേറ്റ് OTP കൊടുത്തിട്ട് ചെയ്യാം. ഇനി യൂസർ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ യൂസർ നെയിമിൻ്റെ താഴെയായിട്ട് ഒരു ലിങ്ക് ഉണ്ട്, റിട്രീവ് ഇറ്റ് ഫ്രം ദ ഓൾഡ് പോർട്ടൽ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു പോർട്ടലിലെത്തും. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫോർഗറ്റ് യൂസർ നെയിം എന്നുള്ളിടത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. പാസ്പോർട്ടോ നോർക്ക ID മൊബൈൽ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ അതേ ഇമെയിലോ അതേ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നമ്മൾ പാസ്പോർട്ട് ചൂസ് ചെയ്തു. അതിന് താഴെ ഡോക്യുമെൻറ്റ് നമ്പറിനടുത്ത് പാസ്പോർട്ട് നമ്പറോ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു ക്യാപ്ച കോഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നിലവിലുള്ള യൂസർ നെയിമും നിങ്ങൾ യൂസ് ചെയ്ത മൊബൈൽ നമ്പറും അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യില്ലെങ്കിൽ ഇവിടെ എഡിറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എഡിറ്റിൽ വരിക, നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് സെൻഡ് OTP ടു വാലിഡേറ്റ് കൊടുക്കുക. ആ വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് OTP ടു അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ആ പുതിയൊരു പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ കൊടുത്തിട്ടും സൈൻ ഇൻ ആവുന്നില്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ നേരത്തെ ഫസ്റ്റിൽ നമ്മൾ കണ്ട മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിൽ വരിക, മാനുവൽ എൻട്രിയിൽ വരിക. ഇവിടെ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷനിൽ കൊടുത്തിട്ട് മാനുവൽ എൻട്രി കൊടുത്തിട്ട് നിങ്ങളുടെ പാസ്പോർട്ടോ നോർക്ക ID കാർഡോ ഏതാ ചൂസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ലോഗിൻ ചെയ്യാം. അപ്പോൾ അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ പുതിയൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയും. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കാണുന്ന ഇവിടെ റോളിൻ്റെ അടുത്ത് NRK അബ്രോഡ് കൊടുക്കുക, ഓക്കെ എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ എത്താൻ സാധിക്കും. ഇവിടെ ആദ്യം തന്നെ പ്രൊഫൈൽ അപ്ഡേഷൻ ഉണ്ടാവും. ആ പ്രൊഫൈലിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത ഡാറ്റ ഒക്കെ ഉണ്ടാവും. അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതൊക്കെ ചേഞ്ചസ് ചെയ്തിട്ട് ആഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കുക. അതിനുശേഷം ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ന്യൂ ആപ്ലിക്കേഷൻ, വ്യൂ ആപ്ലിക്കേഷൻ, റിന്യൂ ആപ്ലിക്കേഷൻ, ഇൻഷുറൻസ് ക്ലെയിം റിക്വസ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് നിലവിൽ എക്സ്പയർ ആയ കാർഡുള്ളവർക്കാണ് റിന്യൂ ആപ്ലിക്കേഷൻ വരിക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാർഡ് നമ്പറും ആ കാർഡ് എക്സ്പയർ ആയ ഡേറ്റും അവിടെ സ്റ്റാറ്റസ് ഇനാക്റ്റീവ് എന്ന് കാണാൻ സാധിക്കും. ഇത് 2020 എക്സ്പയർ ആയ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ റിന്യൂ എന്ന് കൊടുക്കുക.
അപ്പോൾ ഇതിൻ്റെ ചാർജൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ട് 408 രൂപയാണ്. അതിനുശേഷം അപ്ലൈ ഒന്ന് കൊടുത്താൽ നിങ്ങൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നിങ്ങളിവിടെ ചേഞ്ചസ് വരുത്തുക. അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ആ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അഡ്രസ്സ് നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സ്, വിദേശത്തുള്ള അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ ഓഫീസ് അഡ്രസ്സ്, നിങ്ങൾ റെസിഡൻറ്റ് അഡ്രസ്സ്, അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് നിങ്ങൾ ഈ ഇവിടെ ചേഞ്ച് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ പാസ്പോർട്ടിൻ്റെ പുതിയ നമ്പറും, അത് ഇഷ്യൂ ചെയ്ത പ്ലേസ്, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വിസ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ID, ഇപ്പോൾ സൗദിയിലാണെങ്കിൽ ഇക്കാമ, UAE അത്തരം ബിത്താക്കുകൾ, ID കാർഡൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിന് താഴെയായിട്ട് ബാങ്ക് ഡീറ്റെയിൽസാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. ഇവിടെ ഈ ഒരു പേജിൽ നിങ്ങൾ നേരത്തെ മുൻപ് എടുത്തപ്പോൾ കൊടുത്ത ഫോട്ടോയും സിഗ്നേച്ചറും കാണാൻ സാധിക്കും. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം താഴെ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും പേജും ഒന്നിച്ച് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ID, ഇക്കാമ അല്ലെങ്കിൽ ബിത്താക്ക ഏതാണോ വെച്ചാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ഡോക്യുമെൻ്റ് കൊടുക്കുക. ഇവിടെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പേ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ്, വാലറ്റ് ആപ്പ്, ഇത് ഏതിലും യൂസ് ചെയ്യുക. UPI ആണെങ്കിൽ UPI ID താഴെ കൊടുത്തിട്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ജനറേറ്റ് QR കോഡ് കൊടുത്താൽ ഇവിടെ ഒരു പുതിയ QR കോഡ് ക്രിയേറ്റ് ആവും. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സബ്മിറ്റഡ് എന്ന് കാണാം. അതിൻ്റെ താഴെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് റെസിപ്റ്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ ഒരു സൈറ്റിൽ വീണ്ടും വന്നിട്ട് ലോഗിൻ ചെയ്യുക. സൈൻ ഇൻ OTP കൊടുത്താലാണ് പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ആക്റ്റീവായി, അതായത് പുതിയ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് സേവ് ചെയ്തിട്ട് വെക്കാനൊക്കെ സാധിക്കും. അതുപോലെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോർക്ക കാർഡ് റിന്യൂ ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇതുപോലെ ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് നിന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല അറിവുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.